ഡൽഹി എയിംസിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. എയിംസിന് മുന്നിൽ നിന്നും അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. അർജുൻ, അവിടേക്ക് ഇപ്പോൾ കൂടുതൽ നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങുന്നു എന്നൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രിയിൽ നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെയാണ് അർജുന് പങ്കുവയ്ക്കാനുള്ള വിവരങ്ങൾ എന്താണ്? അക്ഷയ, ഒന്ന് രണ്ട് പുതിയ കാര്യങ്ങൾ കൂടി പങ്കുവെക്കാനുണ്ട്. ഒന്ന്, നേരത്തെ പ്രിയങ്ക ഗാന്ധി ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഇവിടെ നിന്നും മൻമോഹൻ സിംഗിന്റെ വസതിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എത്തി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. 7 ദിവസത്തെ ദേശീയ ഔദ്യോഗിക ദുഃഖാചരണം എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഭരണത്തെ തുടർന്ന്. മാത്രമല്ല, പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ള കാര്യം കൂടി കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. നാളെ നിലവിൽ നടത്താനിരുന്ന എല്ലാ സർക്കാരിന്റെ പൊതു പരിപാടികളും അതിപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറിനകം തന്നെ മൻമോഹൻ സിംഗിന്റെ മൃതശരീരം ഡൽഹി എയിംസിലായിരുന്നു ഏകദേശം 8 മണിയോടെ അദ്ദേഹത്തെ എത്തിച്ചത്. ഇവിടെ നിന്നും 9:51 അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. 1 മണിക്കൂറിനകം തന്നെ മൻമോഹൻ സിംഗിന്റെ മൃതശരീരം ഇവിടെ നിന്നും ആംബുലൻസിൽ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള വിവരം എയിംസ് വൃത്തങ്ങളിൽ നിന്നും ഇവിടുത്തെ ഡോക്ടർമാരടക്കം അറിയിക്കുന്നുണ്ട്. അടുത്ത 1 മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ മൃതശരീരം ഇവിടെ നിന്നും അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റ് നേതാക്കൾ, അതായത് കർണാടകയിൽ നിന്ന് വരുന്ന നേതാക്കൾ എല്ലാവരും അദ്ദേഹത്തിന്റെ വസതിയിലേക്കായിരിക്കും നിലവിൽ പോവുക എന്നുള്ള വിവരം തന്നെയാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. 7 ദിവസത്തെ ദേശീയ ഔദ്യോഗിക ദുഃഖാചരണം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് ഒരു ക്യാബിനറ്റ് മീറ്റിംഗ്, കേന്ദ്ര മന്ത്രിസഭാ യോഗം കൂടി ചേരുന്നുണ്ട്. മറ്റ് ഔദ്യോഗിക ചടങ്ങുകൾ, അതായത് ഈ പൊതുദർശനം, സംസ്കാരം അടക്കമുള്ള പരിപാടികളിൽ ഒരു ഫൈനൽ വേർഡ്, ഒരു അന്തിമ സ്ഥിരീകരണം അടക്കം നടത്താനും മറ്റു കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പദ്ധതി ഇടാനും എല്ലാം വേണ്ടിയിട്ട് തന്നെയാണ് നാളെ രാവിലെ 11 മണിക്ക് ഈ യോഗം ചേരുന്നത് എന്നുള്ള കാര്യമടക്കം കേന്ദ്ര സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയിക്കുന്നുണ്ട്. വലിയ തോതിൽ എണ്ണിയാലൊടുങ്ങാത്ത യാത്ര അനുശോചന കുറിപ്പുകൾ ഒന്നൊന്നായി നിലവിൽ എന്തായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം അദാനി, ഈ അടുത്ത് കോൺഗ്രസ് ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചിട്ടുള്ള ബിസിനസ്സുകാരൻ ഗൗതം അദാനി, അദ്ദേഹത്തിന്റെ അടക്കം അനുശോചന കുറിപ്പുകൾ വന്നിട്ടുണ്ട്. 1991 മൻമോഹൻ സിംഗ് ആദ്യമായി ധനമന്ത്രിയാകുന്ന സമയത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നയങ്ങൾ രാഷ്ട്രത്തെ പുനർനിർമ്മിക്കാൻ കാരണമായത്, ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങൾക്ക് മുന്നിൽ വാതിൽ തുറന്നിടാൻ അദ്ദേഹത്തിന്റെ നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ, അദ്ദേഹം കൊണ്ടുവന്ന ക്രമീകരണങ്ങൾ എത്രത്തോളം സഹായകരമായി എന്നുള്ള കാര്യം ഓർത്തെടുത്തുകൊണ്ടാണ് നിലവിൽ എന്തായാലും ഗൗതം അദാനി അടക്കമുള്ളവർ അദ്ദേഹത്തെ ഓർക്കുന്നത്. ഒപ്പം മറ്റ് രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അനുശോചന കുറിപ്പ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും 1 മണിക്കൂറിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്നുള്ള കാര്യമാണ് നിലവിൽ ഡൽഹി എയിംസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകർ ഇങ്ങോട്ട് വരുന്നുണ്ട്. വളരെ വികാരമായി പ്രതികരിച്ചുകൊണ്ട് നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഡൽഹിയിൽ നിന്നുള്ളവർ എയിംസിൽ എത്തുന്നുണ്ട്. വലിയ രീതിയിൽ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ എന്തായാലും അദ്ദേഹത്തിന്റെ മൃതശരീരം വസതിയിലേക്ക് ജൻപത്തിലെ 1-ം നമ്പർ വസതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി ഇതിനോടകം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്.